എല്ലാവർക്കും ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദ ഹൊറർ വേൾഡ് ഓഫ് രാഹുൽ സദാശിവൻ. എ ഡിയർ സിരെ സ്പെഷ്യൽ. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിനെ സംബന്ധിച്ചിടത്തോളം ഈ സീരിയസ് ആയിട്ടുള്ള ഹൊറർ ഫിലിംസ് ആക്ച്വലി വളരെ ഗ്യാപ്പ് ഇട്ടിട്ടായി വരുന്നത്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഈ രാഹുൽ സദാശിവന്റെ തന്നെ ബ്രഹ്മയുഗം, അതുപോലെ തന്നെ ഭൂതകാലം, അപ്പൊ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഹൊറർ ഫിലിംസ് നോക്കുമ്പോൾ വളരെ വർഷങ്ങൾ ഗ്യാപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഈ ഹൊറർ കോമഡി ഫിലിംസ് ആണ് വളരെ എന്താ പറയാ പെട്ടെന്ന് ഇടയിലിടയിൽ വരുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഹൊറർ ഫിലിംസ് സത്യത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടേ വരാറുള്ളൂ. പിന്നെ ഈ ജോണ്ടറുടെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഒഴികെ ബാക്കി തമിഴും ഹിന്ദിയൊക്കെ ഓരോ വർഷവും ഹൊറർ ഫിലിംസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഹൊറർ കോമഡീസ് ഓരോ വർഷവും 1-2 പടങ്ങൾ വരാറുണ്ട്. അപ്പോ പിന്നെ രാഹുലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി ഓൾറെഡി ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി ചെയ്ത ഹൊറർ ഫിലിംസിൽ. പിന്നെ പുള്ളി ഈ വരാൻ പോകുന്ന പടം ഹൊറർ ഫിലിമാണ്. ഇനി വരാൻ പോകുന്ന കുറച്ചധികം പടങ്ങളും ഹൊറർ ഫിലിംസ് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, നമുക്ക് ഇങ്ങനെ പടം ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരാളുണ്ടല്ലോ സത്യത്തില്. പുള്ളി അത് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ അതർ ലാംഗ്വേജിൽ ഹൊറർ ഫിലിംസിന്റെ കാര്യം പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ റാംസെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലൊരു ടീമുണ്ട്. ഇപ്പൊ അവര് ആ മർഡോക്കിന്റെ ഇപ്പൊ ദിനേശ് വിജയനും അവരൊക്കെ വന്ന മാതിരി തന്നെ പണ്ടുണ്ടായിരുന്ന ടീമാണ്. അവരൊരു ജോണർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ സെക്സ് എന്റർടൈനർ. അതായത് കുറച്ച് എന്താ പറയാ മസാല കുത്തി കയറ്റിയിട്ട് എന്നിട്ട് ഒരു ഹൊറർ ആക്കിയിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതേമാതിരിയാണ് ഇപ്പൊ ഈ മർഡോക്ക് യൂണിവേഴ്സിറ്റി ഏകദേശം വന്നിട്ടുള്ളത്. പക്ഷെ അതില് ഈ മസാല കുറച്ച് കുറവാണ്. അതിപ്പോ ഇനിയിപ്പോ ഈ വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ അതായത് മോഡേൺ രാംസെ ബ്രദേഴ്സ് എന്നാണ് ഇപ്പൊ ഈ ദിനേശ് വിജയനെ അവിടുത്തെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് 3D വരെ ഹൊറർ ഫിലിംസ് പരീക്ഷിച്ച ആൾക്കാരാണ് അവര്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ രാഹുൽ സദാശിവനെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം സീരിയസ് ഹൊറർ ഫിലിംസിന്റെ തന്നെയാണ്. അദ്ദേഹം ഹൊറർ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോമഡിയും ഇല്ല, ഇതും അതും പുള്ളി കൃത്യമായിട്ടുള്ള വൃത്തിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അത് പ്രോപ്പർ ഹൊറർ ഫിലിം ആണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൊറർ ഫിലിംസിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഇപ്പൊ ടി ഡി രാമകൃഷ്ണൻ പ്രമയുഗത്തിന്റെ ഡയലോഗ്സ്, അതേമാതിരി ശ്രേയ ശിവകുമാർ എന്ന് പറഞ്ഞ ആളെ റെഡ് റെയിന്റെ ഒരു കോ-റൈറ്റർ ആയിട്ട് വന്നിരിക്കും. അതല്ലാണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കഥ തന്നെയാണ് അദ്ദേഹം ചെയ്യണത്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ക്രൂവിന്റെ കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഷഹ്നാസ് ജലീൽ, അതായത് സിനിമാറ്റോഗ്രാഫി, അദ്ദേഹത്തിന്റെ ഭൂതകാലം, ഭ്രമയുഗം, ഇനി വരാൻ പോകുന്ന DSCയുടെ 3 ക്യാമറ ഈ ഷഹ്നാസ് ജലീലാണ്. അതേമാതിരി തന്നെ ഷഫീഖ് എഡിറ്റർ, ഷഫീഖ് മുഹമ്മദ് അലി, നമ്മളെ കാർത്തിക് സുബ്രാജിന്റെ സ്വന്തം ആള്. അപ്പോ ഈ എഡിറ്ററായിട്ട് ഭൂതകാലം ആവട്ടെ, ഭ്രമയുഗം ആവട്ടെ, ഇനിയിപ്പോ DSC ആവട്ടെ അദ്ദേഹം തന്നെ ചെയ്യും. ഇപ്പോ ഭൂതകാലത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ മനു ജഗത് ആയിരുന്നു, നമ്മുടെ മിന്നൽ മുരളി സാബു സിറിന്റെ അസിസ്റ്റന്റാ, നമ്മളെ ബാഹുബലിയിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോ അദ്ദേഹം ആയിരുന്നു ഭൂതകാലത്തിന്റെ. അതേമാതിരി തന്നെ മ്യൂസിക് ഭൂതകാലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഗോപി സുന്ദർ ആയിരുന്നു. ഗോപി സുന്ദറിന്റെ ഒരു ഉഗ്രം നമ്മളത് അന്ന് കണ്ട് ഞെട്ടിയതാണ്. കാരണം പടങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപി സുന്ദർ ആ സമയത്ത് പുള്ളി ഇവിടെ പടങ്ങൾ ചെയ്യാനൊരു സമയമായിരുന്നല്ലോ. സൈലൻസ് യൂസ് ചെയ്യുന്നതാണ് ആ സിനിമയിൽ അത് ഏറ്റവും ഭയങ്കര. അത് ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ തൊണ്ട പിടിച്ച എടുത്ത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് പലരും ഇങ്ങനെ പറഞ്ഞിരുന്നു ആ സിനിമ തിയേറ്റർ മിസ്സായെന്ന്. എന്റെ മനസ്സിൽ വിചാരിക്കുന്നത് ആ തിയേറ്ററിൽ തന്നെ നന്നായി. കാരണം ഇവരുടെ ഓഡിയൻസ് അത്രമേൽ കമന്റ് അടിയും ശല്യൊക്കെ കാരണം നമുക്കത് അത്രയും അതെ അത് OTT കണ്ടപ്പോ തന്നെ നമ്മള് വീട്ടിൽ കാണുമ്പോ വെറുപ്പിക്കാത്ത ഓഡിയൻസിന്റെ ഒപ്പമാണല്ലോ കാണുക. ഈ ഗോപി സുന്ദർ ഫസ്റ്റ് സിനിമയിൽ ഇപ്പൊ ഷൈനിക അതിലൊരു കമ്പോസ് ചെയ്തത്. അപ്പൊ അതല്ലാണ്ട് ഇപ്പൊ വന്ന ഭ്രമയുഗ ആവട്ടെ, ഇനിയിപ്പോ വരാൻ പോകുന്ന DSC ആവട്ടെ, രണ്ടിനും ക്രിസ്റ്റോയുടെ മ്യൂസിക് ഭ്രമയുഗത്തില് അതിഭയങ്കരമായിരുന്നു. ആക്ച്വലി ഹൊറർ ഫിലിംസിനെ പറ്റിയ ഒരാളാണ്. ഇത് നമ്മള് DSCയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസീഡിയസ് സാധനം ഉണ്ട്. ഭയങ്കര കഞ്ചുറിങ്ങിന്റെ ടൈറ്റിൽ ഇടുമ്പോഴുള്ള സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവം. ഇതിലിപ്പോ DSCയുടെ കാര്യത്തിൽ ഒരാളും കൂടി പറയാനുള്ളത് കലൈ കിങ്സനാണ്. ഇപ്പൊ നമ്മള് നേരത്തെ സർവ്വമ്മയുടെ കാര്യം പറഞ്ഞാൽ ഇതില് സ്റ്റൺസ്, ഇതില് ഗംഭീര സ്റ്റൺസ് ഉണ്ട് നമുക്ക് ടീച്ചർ കണ്ടോ മനസ്സിലാവുന്നുണ്ട്. ആ ഹൊറർ സീൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടാവും. നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രാഹുൽ സദാശിവൻ ഇനി ചെയ്യാൻ പോകുന്ന ഹൊറർ സിനിമകൾ ഏതൊക്കെ ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കും എന്നറിയില്ല. പക്ഷെ മുപ്പര് തന്നെ പറഞ്ഞു ഹൊറർ ഫിലിംസ് ആണ് ചെയ്യാൻ പോണേന്നുള്ള കാര്യം. മുപ്പുള്ളി ഇപ്പൊ ഭൂതകാലം നോക്കുകയാണെങ്കിൽ അത് ഒരു പ്രോപ്പർ ഹൊറർ ഫിലിം. അതിനുശേഷം ബ്രഹ്മയുഗം നോക്കുക, അതൊരു പീരീഡ്
ചാത്തൻ വന്നിട്ടുള്ളൊരു ഫാന്റസി ഫിലിം. ആ അതെ അതെ മമ്മൂക്കാനടുത്തൊരു സ്റ്റോറി പറയുമ്പോ ഇങ്ങനെ ഒരു സാധനം expect അതെ അതെ, ഒരു അൺപ്രഡിക്റ്റബിൾ ഡയറക്ടറാണ് പുള്ളി. പക്ഷെ പ്രധാനമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാണാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് black and white അതെ അതെ അതെ. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിനിമയിൽ ഇന്നാവും അല്ല, ഒരു ഇന്റർവെല്ലൊക്കെ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതെ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അതെ, അതെ. അതൊന്നും ഒരു ഇതായിട്ടില്ല. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തോന്നുന്നു ആ സിനിമയുടെ ഒരു ഇന്റൻസ് നമുക്ക് കിട്ടിയത് ആ പഴമി അങ്ങനെ തന്നെ. അതെ അതെ, ആ ഒരു അത് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് പലരും കുറ്റം പറഞ്ഞിരുന്നു 4K വന്നിട്ടാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പുള്ളി പ്രൂവ് ചെയ്തു. ഇനിയിപ്പൊ ഇത് ഇപ്പൊ നമ്മൾ അന്ന് കേട്ട പ്ലോട്ടൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വേറെ ഏതോ ടൈപ്പ് ഒരു ആത്മാവിനെ വിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് സാധനം. പ്ലോട്ടിനെ പറ്റിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഐഡിയ. ഇപ്പൊ ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടീച്ചർ ആവട്ടെ ട്രെയിലർ ആവട്ടെ കാണുമ്പോ നമുക്കൊരു ഗംഭീര ഹൊറപ്പടാൻ വരാൻ പോണെന്നറിയാം. അതും ഹാലോവീന് മലയാളത്തിൽ ആദ്യമായിട്ട് തന്നെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഹാലോവീന് വെള്ളിയാഴ്ച ഒരു സിനിമ ഡേറ്റ് നോക്കിയിട്ട് റിലീസാക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലരും കൂടെ വരാൻ മടിക്കുകയും ചിലവര് തൊട്ടടുത്ത ദിവസം കാണാന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യണ തരത്തിലേക്ക് പോണുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നൊരു സെക്കൻഡ് ഷോക്ക് കാണാൻ പറ്റട്ടെ എന്നാണ് എനിക്ക്. അതുപോലെ തന്നെ നമ്മള് ഈ ഭൂതകാലം ഒന്നുകൂടി ഞാൻ പറയാണ്. ഭൂതകാലത്തിൽ നമ്മള് മഞ്ജു പത്രോസ് സൈജു കുറുപ്പിനോട് പറയുന്ന ഒരു സീനുണ്ട്. ആ സീനിന് ഒരു ഭയങ്കര ഡെപ്ത് ഉണ്ട് ആ സീനിന്. കാരണം എനിക്ക് ആ സീനൊക്കെ കണ്ടപ്പോ ഭയങ്കര പേടിയായി. അപ്പൊ അതുപോലത്തെ എന്തോ ടീച്ചറിനകത്ത് എനിക്ക് ചില സീൻസും ഡയലോഗ്സ് ഒക്കെ കാണുമ്പോ അങ്ങനെ എന്തോ കാര്യമായിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം പ്രണവിന്റെ പെർഫോമൻസും കൂടിയാണ്. ഒരു ഭീകര പെർഫോമൻസ്. അദ്ദേഹത്തിന്റെ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. ഇതെല്ലാം ഒക്ടോബർ 30 വരെ ഉണ്ടാവുള്ളൂ. എന്തായാലും വളരെ നന്നാവട്ടെ. വളരെ പ്രതീക്ഷയുള്ള ഒരു കാരണം മുമ്പ് പറഞ്ഞ ഈ മാസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ജോണർ നമ്മുടെ ഇവിടെ അധികാരം ഉപയോഗിക്കണില്ല പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നന്നാവട്ടെ. കാരണം നമുക്ക് 24 നമുക്ക് മറ്റേ നൈറ്റ് റൈഡേഴ്സ് ഫിലിമും കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ ആദ്യത്തെ ഒരു ഇന്ത്യയിൽ തന്നെ വന്ന ആദ്യത്തെ ഹൊറർ ഫിലിംസിൽ ഒന്നാണ് പറയുന്നത്. മലയാള സിനിമയാണ് ഈ ഹൊറർ ഫിലിംസിന്റെ ഒക്കെ ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതില് ക്യാരക്ടറിന് നായകൻ ക്യാരക്ടറിന് വെള്ള ഡ്രസ്സ് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് നായിക വെള്ള ഡ്രസ്സ് ഇടുന്നു. പിന്നെ തുടർന്ന് വന്ന എല്ലാ സിനിമകളിലും യക്ഷിയുടെ ആസ്ഥാന ഡ്രസ്സ് വെള്ളമായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബെഞ്ച് മാർക്ക് ഇട്ട് വെച്ചു. അതായത് വിൻസെന്റ് മാഷും എന്താ പറയാ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ബെഞ്ച് മാർക്ക് ഇട്ട് വെച്ചു. അതേമാതിരിയാണ് ഇപ്പോ ഈ രാഹുൽ സദാശിവന്റെ കാര്യം ഞാൻ പറയണം. അദ്ദേഹം പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൈന്യൂട്ടായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫേസ് കാണിക്കാതെയാണ് ഭൂതകാലത്തിൽ നമ്മളെ പേടിപ്പിച്ചത്. അതെ, വെറും കയ്യെ കാണിച്ചു പിന്നെ നിഴല്. അപ്പോ നമുക്ക് ഇന്റൻസ് ആയിട്ട് ഒരു ഹൊറർ ഫിലിം കാണാൻ പറ്റും. നന്നാവട്ടെ.